കളയാൻ പോവാന്നോ? എന്റെ അരിത്ര വലിച്ചാ ഈ പെങ്കൊച്ചു പറയുന്നത് കേട്ടോ, കൊച്ചിനെ കളയാന്ന്. അമ്മ ഇതിപ്പോ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുവല്ലേ, 1.5 വർഷം കൂടി ഉണ്ട് കോഴ്സ് തീരാൻ വേണ്ടിട്ട്. അതിനിടയ്ക്ക് ഇപ്പൊ പ്രസവിക്കാനൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ എന്റെ പഠിത്തവും ഒക്കെ പോവും. അതുകൊണ്ട് ഇപ്പൊ എന്തായാലും ഇത് പറ്റൂലമ്മേ. അബോർഷൻ ചെയ്യാൻ വേണ്ടിട്ട് തന്നെയാ തീരുമാനം. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കല, പറഞ്ഞേക്കാം. ഞാൻ സമ്മതിക്കാനെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. നിനക്ക് എങ്ങനെ മനസ്സ് വരുന്നെന്നോ ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി ഞാൻ വിചാരിക്കുന്നത്. എന്തോരം പേരെ കുഞ്ഞുങ്ങളില്ലാതെ ചികിത്സയും നേർച്ചയും കാഴ്ചകളുമായിട്ട് ഇങ്ങനെ നടക്കുന്നത് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച്. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുന്നത് ദൈവം അനുഗ്രഹിച്ച് തരുന്നതാ. അങ്ങനെ അഹങ്കാരം കൊണ്ട് അത് പുറങ്കാലം കൊണ്ട് തട്ടിക്കളഞ്ഞാലേ പിന്നെ വേണമെന്ന് വെക്കുമ്പോൾ എന്തോരം പ്രാർത്ഥിച്ചാലും ദൈവം തരികയില്ല. ഇപ്പൊ ദൈവം തന്നതിന്റെ അഹങ്കാരമല്ലേ നിനക്ക്? അഹങ്കാരമല്ലേ? അമ്മ, അഹങ്കാരം ഒന്നും അല്ല. ഞാനിപ്പൊ എന്റെ പഠിത്തത്തെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഇപ്പൊ ഞാൻ പഠിത്തമൊക്കെ മാറ്റി വെച്ചിട്ട് പ്രസവിക്കാനും കൊച്ചിനെ വളർത്താനും പോയിട്ടുണ്ടെങ്കിൽ എന്റെ ഭാവി പോവും. പിന്നെ എനിക്ക് ഒരിക്കലും പഠിക്കാൻ പറ്റൂല. എക്സാമും വരാറായി. ഇപ്പൊ എനിക്ക് പഠിത്തത്തിന്റെ കാര്യം മാത്രമേ ചിന്തയുള്ളൂ. അമ്മയൊന്ന് മനസ്സിലാക്കണം. എന്നിട്ട് അവൻ എന്നാ പറഞ്ഞേ? എന്റെ മകൻ എന്താ പറഞ്ഞ? അവൻ ചേട്ടനും ഞാനും കൂടെ ഒരുമിച്ചെടുത്ത തീരുമാനോ. ഇതിപ്പോ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ സംഭവിച്ചതോ? ആ, അത് ശരി. അപ്പൊ രണ്ടുപേരും കൂടെ തീരുമാനിച്ചെല്ലാം ഉറപ്പിച്ചിട്ടാണ് എന്റെ അടുത്ത് വന്ന് പറഞ്ഞത് അല്ലേ? നിങ്ങൾ ഈ ചെയ്യാൻ പോകുന്ന ഒരു കൊലപാതകമാണെന്ന് അറിയാമോ? വയറ്റിൽ കിടക്കുന്ന ആണെങ്കിലും അതൊരു ജീവനാ. അതിനെ കൊല്ലുന്നത് കൊലപാതകമായിട്ട് തന്നെ കൂട്ടാൻ പറ്റുള്ളൂ. അത്രയും വലിയൊരു പാതകമാണ് ചെയ്യാൻ വേണ്ടിട്ട് തീരുമാനിച്ചേക്കുന്നത്. കൊലപാതകത്തിന്റെ ഗൂഢാലോചന. ഞാൻ എന്തായാലും ഇതിന് കൂട്ടു നിൽക്കുകയല്ല. നിന്റെ അമ്മ വരട്ടെ കേട്ടോ. ആ, അമ്മ വരട്ടെ. അമ്മനെ വിളിക്കുന്നുണ്ട്. അമ്മ വന്നിട്ട് കാര്യങ്ങൾ തീരുമാനിക്കട്ടെ. കൊള്ളാം എന്തായാലും. എന്റെ ദൈവമേ, കൊച്ചിനെ കളയുന്ന എനിക്കൊന്ന് കാണണം. ഞാൻ എന്തും പറയാൻ വേണ്ടിട്ട് എന്റെ പുഷ്പെ. എന്റെ മൂത്ത ചേച്ചിയുടെ മകള് കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി. ഇതുവരെ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ആ പെൺകൊച്ചിനുണ്ടായിട്ടില്ല. പോകാത്ത ആശുപത്രികളില്ല. അതും പോരാഞ്ഞിട്ട് പ്രാർത്ഥിക്കാനും നേർച്ചയ്ക്കും പോകാത്ത സ്ഥലങ്ങൾ അതില്ല. അതൊക്കെ കാണുമ്പോ എനിക്ക് പേടിയാകോ. ഇതിപ്പോ ദൈവാനുഗ്രഹം കൊണ്ടല്ലേ ഇത്ര പെട്ടെന്നൊരു കുഞ്ഞിനെ കിട്ടുന്നത് അല്ലേ? എന്താടി കേൾക്കുന്നത്? എന്താടി കേൾക്കുന്ന അസത്തെ? കൊച്ചിനെ വേണ്ടാന്ന് വെക്കാനോ? കല്യാണം കഴിപ്പിച്ച് വിട്ടതാണെന്ന് ഞാൻ ഓർക്കിയല്ല. അടിച്ച് ഞാൻ ശരിയാക്കും ദൈവദോഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എനിക്ക് 18 വയസ്സുള്ളപ്പോഴാണ് ഞാൻ നിന്നെ ഗർഭിണിയായത്. അന്നേരം എല്ലാരും എന്നോട് പറഞ്ഞു കുഞ്ഞാണല്ലോ. ഞാനന്ന് എത്രയോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അന്ന് ഞാൻ നിന്നെ അങ്ങ് വേണ്ടാന്ന് വെക്കുമായിരുന്നെങ്കിൽ ഇന്ന് നീ ഉണ്ടായില്ലായിരുന്നല്ലോ. ഉണ്ടാവുമായിരുന്നോ നീ? അമ്മ വെറുതെ കിടന്ന് ഒച്ചയിടണ്ട. ഞാനല്ലേ പ്രസവിക്കേണ്ടത്? എന്റെ ശരീരമല്ലേ. അപ്പൊ എപ്പൊ പ്രസവിക്കണം എന്നുള്ളത് എനിക്ക് തീരുമാനിക്കാം. അമ്മ വെറുതെ എന്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട. കണ്ടോ പുഷ്പേ, അവളുടെ അഹങ്കാര വർത്താനം കണ്ടോ? ഈ വർത്താനം കൊണ്ടിട്ട് ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത്. നീയെങ്കിൽ പറഞ്ഞ അതിനൊന്ന് മനസ്സിലാക്ക്. പിന്നെ എന്തിനാടിയോ ഉണ്ടാക്കാൻ പോയത്? അന്നേരം നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നോ? ഗർഭമാകുമെന്ന് അറിയത്തില്ലായിരുന്നോ നിനക്ക് നിന്റെ കെട്ടിയവനും? ഇപ്പൊ കൊച്ചുങ്ങളെ വേണ്ട, പഠിച്ച് നിനക്ക് വലിയ ഓഫീസർ ആകണമായിരുന്നെങ്കിൽ ഇപ്പൊ ഇത് വേണ്ടാന്ന് വെക്കാനുള്ള മുൻകരുതലുകളൊക്കെ എടുക്കായിരുന്നല്ലോ. അതൊന്നും എന്താ ചെയ്യാതിരുന്നത്? അമ്മ അത് എന്താ അമ്മയാതെന്ന്? നീ നിന്റെ കെട്ടിയവൻ ഇള്ളാഭാവങ്ങളൊന്നും അല്ലല്ലോ. ആണോ? കൊച്ചുങ്ങളുണ്ടാവും നിങ്ങൾക്ക് എന്താ അത്രയും ബോധമില്ലായിരുന്നോ? എന്തെല്ലാം മുൻകരുതലുകളുണ്ട് ഇപ്പൊ സ്വീകരിക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ സ്വീകരിക്കും. ഇപ്പൊ ഗർഭിണി ആയപ്പോ വേണ്ടാന്ന് വെക്കാനോ? ഒരു കൊച്ചിന്റെ ഒരു ജീവൻ നശിപ്പിച്ച് കളയാൻ വേണ്ടിട്ടോ? അത് നിസ്സാരമാണെന്ന് വിചാരിച്ചോണ്ട് വെച്ചേക്കുന്നത്. ഇനി നീ ഈ കൊച്ചിനെ വേണ്ടാന്ന് വെച്ചാൽ നിനക്ക് അമ്മ ഉണ്ടായില്ല. ഞാൻ നിന്നെ അങ്ങ് വേണ്ടാന്ന് വെക്കും. അത്രേ ഉള്ളൂ. നീ നിന്റെ കൊച്ചിനെ വേണ്ടാന്ന് വെച്ചാൽ ഞാൻ എന്റെ മകളെ ഇനി വേണ്ടാന്ന് വെക്കും. മേലെ അമ്മയെ തന്നെ വിളിച്ചും പോരുത്, എന്റെ കൺമുമ്പിൽ പോലും വന്നും പോകരുത് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നെങ്കിൽ. ഓ, ഒന്ന് മിണ്ടാതിരിക്കോ. കല്യാണത്തിന് മുമ്പ് ഞാൻ അമ്മയോട് കരഞ്ഞു പറഞ്ഞതല്ലേ എനിക്ക് പഠിക്കണം, ജോലി മേടിക്കണം, എന്റെ സ്വന്തം കാലം നിൽക്കണം, എനിക്കിപ്പോ കല്യാണം വേണ്ടാന്ന്. എന്നിട്ട് അമ്മ പറഞ്ഞത് കേട്ടോ? ഞാൻ എന്തോരം പറഞ്ഞിട്ടോ അമ്മ കേട്ടോ? ഇതിപ്പോ എങ്ങനെയാ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ വേണ്ട പ്രിക്കോഷൻസ് ഒക്കെ എടുത്തതാ. പിന്നെ എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. ആ, അതാണ്. എന്നിട്ടും ഗർഭിണി ആയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ നിശ്ചയമാണ്. ഇപ്പൊ നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കണം എന്നുള്ളതാണ് ദൈവം വിചാരിച്ചേക്കുന്നത്. അല്ലേ ചേച്ചി? അപ്പൊ അങ്ങ് അതിനെ പ്രസവിക്കാൻ നോക്ക്. അതാണ് ദൈവത്തിന്റെ തീരുമാനം എന്ന് വിചാരിക്കും. ഓ, എന്ത് പറഞ്ഞാലും ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ ദൈവനിശ്ചയമാണ്. പിന്നെ ഒന്നും മറുത്താരും പറയൂലല്ലോ. കല്യാണത്തിന് മുമ്പ് എന്റെ ഒരാഗ്രഹങ്ങളും നിങ്ങൾ സാധിച്ചു തന്നിട്ടില്ല. അതിലൊന്നും എനിക്ക് പരാതിയില്ല. പക്ഷെ ഇത്രയും നല്ലോണം പഠിച്ചിട്ടും എനിക്കൊരു ജോലി ആകാൻ പോലും കാത്തു നിൽക്കാതെ നിങ്ങൾ എന്നെ കെട്ടിച്ചു വിട്ടു. അത് ഞാൻ സഹിച്ചു. എന്റെ ഭാഗ്യം കൊണ്ട് എനിക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടി. അങ്ങനെ എന്നെ പഠിപ്പിക്കാൻ വിടുന്നു. അതിനിടയ്ക്ക് ഇനി അമ്മ അടുത്ത ആവശ്യമായിട്ട് വരരുതേ. പ്രസവിക്കണം, കൊച്ചുങ്ങളെ വളർത്തണം. ഇനി അമ്മ ദയവ് ചെയ്തിട്ട് എന്നെ ഒന്ന് വെറുതെ വിടും. ഞാൻ ഇഷ്ടത്തിനൊന്ന് ജീവിച്ചോട്ടെ. ഇനിയെങ്കിലും എന്നെ വെറുതെ വിടുന്നു. എന്റെ മേലെ ഇങ്ങനെ ഓരോന്ന് അടിച്ചേൽപ്പിക്കാൻ ഇനിയും ദയവ് ചെയ്ത് എന്റെ ജീവിതത്തിലോട്ട് വരരുത്. പ്ലീസ്, എന്റെ ജീവിതം തകർക്കരുത്.
എന്റെ പൊന്നടി മോളെ, നിങ്ങൾക്ക് കൊച്ചിനെ വേണ്ടെങ്കിൽ വേണ്ട, അതിനെ ഒന്ന് പ്രസവിച്ചതാ. ഞാൻ നോക്കിക്കോളാം പൊന്നുപോലെ. നീ കൊച്ചിന്റെ ഒരു കാര്യങ്ങളും അറിയണ്ട. ഞാൻ അതിനെ താഴെയും തലയിലും വെക്കാതെ പൊന്നുപോലെ നോക്കിക്കോളാം. നീ ഒന്ന് പ്രസവിച്ച് തന്നാ മതി. ഗർഭിണിയായാലും നിനക്ക് പഠിക്കാൻ പോകാലോ. കൊച്ചിനെ പ്രസവിച്ച് തന്നാ മതി മോളെ. എന്നിട്ട് നീ പഠിക്കാനോ ജോലിക്കോ എവിടെയാന്ന് വെച്ചാ പൊക്കോ. ഞാൻ ഒത്തിരി കൊതിച്ചു പോയി എന്റെ പുഷ്പേ. ഇവള് ഗർഭിണിയാന്ന് അറിഞ്ഞപ്പോ മുതല് ഞാൻ നേരത്തൊന്നും അല്ല. എന്റെ മകന്റെ കുഞ്ഞല്ലേ, ഒന്ന് എടുക്കാനും കളിപ്പിക്കാനും കൊഞ്ചിക്കാനും എനിക്ക് ആഗ്രഹം ഉണ്ടാകാതിരിക്കോ? ഏ ഹും, ഒക്കെ വെറുതെയാ. ഇതൊക്കെ കൊച്ചുണ്ടായി കഴിയുമ്പം നിങ്ങൾ നേരെ പ്ലേറ്റ് തിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളൊന്നും നോക്കാനും പോകുന്നില്ല, എന്റെ ജീവിതവും കളയും. അപ്പൊ നീ അതിനെ കളഞ്ഞേ അടങ്ങുള്ളൂ അല്ലേ? കളഞ്ഞേ അടങ്ങുള്ളൂ. തീരുമാനിച്ച് ഉറപ്പിച്ചതാ പുഷ്പൻ. ഇനി നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. എന്തെങ്കിലും ചെയ്യട്ടെ ചേച്ചി, പറയാനുള്ളതെല്ലാം നമ്മൾ പറഞ്ഞില്ലേ. ഇനി ഒന്നും പറയാൻ നിൽക്കണ്ട. അവളല്ലേ പ്രസവിക്കേണ്ടത്. എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. എന്റെ ദൈവമേ, ഇതൊക്കെ കാണേണ്ടി വന്നല്ലോ എന്ന് ഓർത്തിട്ടെ എനിക്ക്. ഞാൻ പോവുക ചേച്ചി. എനിക്ക് ഭ്രാന്ത് പിടിക്കുക. എന്താ ചെയ്യണ്ടേന്ന് എനിക്ക് അറിയത്തില്ല. എനിക്കൊന്നും അറിയത്തില്ല. അബോർഷൻ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ തീരുമാനിച്ചതല്ലേ, നിന്റെ പഠിപ്പ് നോക്കണ്ടേ? വേണ്ട, ഏതായാലും കുഞ്ഞിനെ കളയണ്ട. നമ്മുടെ കുഞ്ഞല്ലേ. ഇങ്ങനെ മുൻകരുതലുകളൊക്കെ എടുത്തിട്ടും പ്രഗ്നന്റ് ആയല്ലോ. ചിലപ്പോ അമ്മ പറഞ്ഞ പോലെ അതായിരിക്കും ദൈവത്തിന്റെ നിശ്ചയം. അതുകൊണ്ട് എന്തായാലും ഇനിയിപ്പോ പ്രസവിക്കാം. നിന്റെ എക്സാം അടുത്ത് വരുമല്ലേ, വല്ല ഛർദിയോ ക്ഷീണോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ പഠിപ്പ് മുടങ്ങിപ്പോവും. അതൊന്നും എനിക്കറിയില്ല. ഞാൻ ഇനിയിപ്പം ഒഴുക്കിന്റെ അനുസരിച്ച് നീന്താൻ പോവാ. കോളേജിൽ പോകാൻ വേണ്ടിട്ട് തന്നെ എന്റെ തീരുമാനം. പ്രസവിക്കുന്നവരെ കോളേജിൽ പോവാലോ. അതിനിടയ്ക്ക് എന്താ സംഭവിക്കുന്നതൊന്നും എനിക്കറിയത്തില്ല. എല്ലാം വരുന്നത് പോലെ വരട്ടെ. എന്തായാലും ഞാൻ കൊച്ചിനെ കളയുന്നില്ല. എന്നെ കൊണ്ട് പറ്റുന്നില്ല. അയ്യോടാ, മുത്തശ്ശിയാകാൻ പോവല്ലേ? ചെലവുണ്ട്. ഇങ്ങനെ ചുമ്മാ നിൽക്കാതെ വല്ലതും പോയി ഉണ്ടാക്കി ഞങ്ങൾക്കൊക്കെ തരാൻ നോക്ക്. അല്ല, എന്തി സ്വാതി എന്തി? അവർ ആശുപത്രി പോയേക്കുവാ ചെക്കപ്പിന്. ഡോക്ടറെ കാണാൻ ഇതുവരെ പോയില്ലല്ലോ. ഇവിടുന്ന് നോക്കിയതല്ലേ ഉള്ളൂ. അപ്പൊ ഡോക്ടറെ കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് പോയതാ ഇന്ന്. പിന്നെ വൈകുന്നേരം പായസം ഉണ്ടാക്കൂടി, അപ്പൊ കൊണ്ടത്തരാം. ഞാൻ നിന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. ഒരു 3 മാസമൊക്കെ ആകാറാകുമ്പോഴത്തേക്ക് എല്ലാവരോടും പറയാന്നാ ഞാൻ വിചാരിക്കുന്നത്. അത് മതി. ഒരു 3 മാസമൊക്കെ ആയിട്ട് എല്ലാവരോടും പറഞ്ഞാ മതി. അല്ല, അവളുടെ കോഴ്സ് കഴിഞ്ഞില്ലല്ലോ. അപ്പൊ ഇനിയിപ്പോ എങ്ങനെ പഠിക്കാൻ പോവും? പ്രസവിക്കുന്നോടം വരെ പഠിക്കാൻ പോവാലോ. പഠിക്കാൻ പോണെന്നും പറഞ്ഞോണ്ടാ, പ്രസവം വരെയും പഠിക്കാൻ പോണെന്നും പറഞ്ഞോണ്ടായി ഇരിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പഠിക്കാൻ പോകുന്നതിനോടൊന്നും യാതൊരു വിധ താല്പര്യമില്ല. എനിക്കൊന്നും ഇഷ്ടമില്ലേ പഠിക്കാൻ പോകുന്നത്. പിന്നെ അവൻ സപ്പോർട്ടല്ലേ. അവള് പഠിക്കുന്നിടത്തോളം പഠിക്കട്ടെ, എന്തോരം വേണേലും പഠിപ്പിക്കുമെന്നും പറഞ്ഞിട്ട് എന്റെ മകൻ ഇങ്ങനെ നിൽക്കുമ്പോ എനിക്ക് വല്ലതും പറയാൻ പറ്റുമോ? അതുകൊണ്ട് എനിക്ക് താല്പര്യമൊന്നുമില്ലേ. എന്റെ ചേച്ചി, ചിലവര് ഗർഭിണി ആയെന്ന് അറിഞ്ഞ അപ്പൊ തുടങ്ങും ഛർദി ക്ഷീണവും. ഞാനൊക്കെ 4-5 മാസം ബെഡിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല. എന്തൊരു ഛർദിയും തലകറക്കമായിരുന്നു. തല നേരെ നിൽക്കുമായിരുന്നു. അതുപോലെയൊക്കെ ആണെങ്കിൽ പഠിക്കാൻ പോക്കൊക്കെ കണക്കായിരിക്കും. ഞാനും പ്രാർത്ഥിക്കുന്നേ അതാ. കുറച്ച് ഛർദി ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പഠിത്തമൊന്നും ഉണ്ടായില്ലേ, പിന്നെ വീട്ടിൽ കുത്തി ഇരുന്നോളുമല്ലോ. ഇതിപ്പം പ്രസവം വരെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ജോലിക്ക് പോക്കായി, കൊച്ചിനെ ഇട്ടേച്ച് പോക്കായിരിക്കും. ആ ഒരു കണക്കിന് പ്രസവമൊക്കെ കഴിഞ്ഞ് ഈ ജോലിക്കും പോക്കാന്നൊക്കെ പറഞ്ഞ് പോവുകയാണെങ്കിൽ പിന്നെ കൊച്ചിനെയൊക്കെ ചേച്ചി തന്നെ നോക്കേണ്ടി വരും. ചേച്ചിക്ക് എന്തായാലും നല്ല പണിയായി. ആ ഉം ഞാൻ നോക്കിയതോ, അവനവന് പിള്ളേരുണ്ടായാലേ അവനവൻ തന്നെ നോക്കണം. ഞാൻ എന്റെ പിള്ളേരെ വളർത്തി വലുതാക്കി. ഇനിയിപ്പം മക്കളെ കൂടെ നോക്കിയിരിക്കാനൊന്നും എനിക്ക് പറ്റിയല്ല. ഞാനങ്ങ് നോക്കിയല്ല. ആ പ്രസവം കഴിയട്ടെ, കളി ഞാൻ കാണിച്ചു കൊടുക്കാം. കൊച്ചിനെ നോക്കി അവൾ അടങ്ങി ഒതുങ്ങി വീട്ടിൽ ഇരുന്നോളൂ. പെൺപിള്ളേർ വീട്ടിൽ കുത്തിയിരിക്കട്ടെ. എന്റെ മൂത്ത ആങ്ങളയുടെ വീടിന്റെ അടുത്തേ ഇതുപോലൊരു പെണ്ണിങ്ങനെ പഠിക്കാൻ പോകുമായിരുന്നു. പഠിക്കാൻ പോയി കൊച്ചുണ്ടായിട്ടും പഠിക്കാനൊക്കെ പോകുമായിരുന്നു. അങ്ങനെ പോയി ഒരുത്തന്റെ പുറകെ പോയി. ഇപ്പൊ കൊച്ചിനെ വളർത്തി അവന്റെ അമ്മ വീട്ടിൽ ഇരിക്കുന്നു. എന്റെ പൊന്നു രാജി, എന്തൊക്കെ വാർത്തകളാ ഇപ്പൊ കേൾക്കുന്നത്. ഇതൊക്കെ എന്റെ മകനോട് പറയാൻ കൊള്ളാമോ? എന്റെ തല തിങ്ങിയല്ലേ ചെറുക്കൻ. അയ്യോ എന്റെ ദൈവമേ. ഇനിയിപ്പൊ എന്തായാലും ഇതിപ്പോ ഞാൻ പ്രാർത്ഥിച്ച ഗർഭിണിയായത്. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എങ്ങനെയെങ്കിലും ഒന്ന് ഗർഭമായാൽ മതിയായിരുന്നു. എന്റെ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അല്ല, ഇവിടെ നല്ലോണം പഠിക്കുമല്ലേ സ്വാതി? നല്ല മാർക്കൊക്കെ ഉണ്ടെന്നൊക്കെയാണല്ലോ കേട്ടേക്കുന്നത് ഡിഗ്രിക്കൊക്കെ. നല്ലോണം പഠിക്കും. അയ്യോ, ഡിഗ്രിക്കൊക്കെ നല്ല മാർക്കാ, റാങ്കൊക്കെ ഉണ്ട്. ഡിഗ്രി കഴിഞ്ഞപ്പോഴല്ലായിരുന്നോ കല്യാണം. നല്ലോണം പഠിക്കുവേ. എന്തിനാണോ ആ പെങ്കൊച്ചിനെ ആ കാരണവന്മാര് കെട്ടിച്ചു വിട്ടത്? അതിന്റെ ജീവിതം കളഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഓരോ വിവരമില്ലാത്ത കാരണവന്മാര്. എന്തായാലും അതിന്റെ ജീവിതം തീർന്നു. ഈ പെണ്ണുപിള്ളയും ആ കൊച്ചിനെ ഒന്നും നോക്കി കൊടുക്കാനൊന്നും പോകുന്നില്ല. എന്താ പറഞ്ഞേടി? അല്ല, ഒന്നുമില്ല. പായസം വൈകുന്നേരം തന്നെ കൊണ്ടുതരണേ. പായസം ഞാൻ വൈകുന്നേരം കൊണ്ടുതരാന്നേ. ആ എന്നാ ഞാൻ പോവാ.
എന്ത് പറഞ്ഞ ആശുപത്രി പോയിട്ട്? രണ്ടുപേരുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താടാ? അമ്മേ അത് എന്താ അമ്മേ അതൊന്ന്? എന്താ എന്താ സ്വാതി കാര്യം? നീയെങ്കിലും ഒന്ന് പറ, മനുഷ്യനെ വെറുതെ ആദ്യ പിടിപ്പിക്കാതെ. അമ്മേ ഞാൻ ഗർഭിണിയല്ല. ഏ എന്താന്ന്? അമ്മേ ഞാൻ പ്രഗ്നന്റ് അല്ല. അത് ഞാൻ ഇവിടെ നിന്ന് നോക്കിയപ്പോ പ്രഗ്നൻസി കിറ്റിന് എന്തോ പ്രശ്നമുള്ളതാന്ന് തോന്നുന്നു. അവിടെ ചെന്ന് ഒന്നുകൂടി ചെക്കപ്പ് ചെയ്ത് നോക്കുമ്പോ പ്രഗ്നന്റ് അല്ലാന്നാ പറയുന്നത്. നേരാണോടാ? അമ്മേ അവള് പ്രഗ്നന്റ് ഒന്നും അല്ല. സ്വപ്നം കണ്ടതെല്ലാം വെറുതെ ആയി പോയി. ഓ, നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ ദൈവം പ്രവർത്തിച്ചു തന്നു. വേണ്ടോ 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 എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അതുപോലെ തന്നെ ആയി. ഉം ഉം കൊള്ളാം.